हमारे लोगों को क्यों इस तरह से उनका खून क्यों बहाया जा रहा है। तो मेरी गुजारिश है, आई अपील। മെഹബൂബ മുഫ്തി ഇന്നലെ തന്നെ ഈ ജമ്മുവിൽ ആക്രമണം ഉണ്ടായി എന്നുള്ളതും നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ പങ്കുവച്ചിരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഒമർ അബ്ദുള്ള ഇന്ന് ജനങ്ങളെ കാണുകയും അത് കഴിഞ്ഞ് പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നവരെ സന്ദർശിക്കുകയൊക്കെ ചെയ്ത ശേഷം പാകിസ്ഥാനെതിരെ ഒരു നിലപാട് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായ മെഹബൂബ മുഫ്തി ഇക്കാര്യത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടികൾ എത്രയോ മരിക്കുന്നു, ഇത് പാകിസ്ഥാനും ഇന്ത്യയും ചർച്ച ചെയ്യണം എന്നുള്ളൊരു നിലപാടിലേക്ക് വരുന്നത്. മെഹബൂബ മുഫ്തിയുടെ പാർട്ടി നേരത്തെ BJPയുമായി ചേർന്ന് ജമ്മു കാശ്മീർ ഭരിച്ചിരുന്നതാണ് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. മെഹബൂബ മുഫ്തിയുടെ അച്ഛൻ മുഫ്തി മുഹമ്മദ് സയ്യിദ്, മുഫ്തി മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ ആ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനുമായി ചർച്ച വേണം എന്നുള്ളൊരു നിലപാടാണ് മെഹബൂബയ്ക്കുള്ളത്.